തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അയൽവാസികളും നഗരസഭാ കൌൺസിലറും വഴിയിൽ തടഞ്ഞ് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. മർദ്ദനത്തിന്റെ വീഡിയോ ഉൾപ്പെടെ ചേർത്ത് പരാതി നൽകിയിട്ടും ഒറ്റപ്പാലം പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണം. ഒറ്റപ്പാലം കയറമ്പാറ സ്വദേശികളായ ദമ്പതികളാണ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഒറ്റപ്പാലം കയറമ്പാറ ശ്രീനഗർ കോളനിയിലെ റജിമോൾ മോഹൻകുമാർ ദമ്പതികളാണ് വാർത്താസമ്മേളനത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. കോവിഡ് കാലത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ്. എന്നാൽ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ വിരോധമുണ്ടായിരുന്ന പരിസരവാസികൾ നായ്ക്കളെ വിഷം നൽകി കൊല്ലുകയായിരുന്നു. ഇതേ ചൊല്ലി വഴക്കിന് പോകാതെ പോലീസിൽ പരാതി നൽകി. ഡോഗുകൾക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തത് ശരിയാണ്. അത് അന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പാവപ്പെട്ട ഡോഗുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ പുറത്ത് വെച്ച് പോവുകയും ചെയ്യുമായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡോഗുകൾ, നമ്മൾ കൊണ്ടുവന്ന ഡോഗുകളൊന്നും അല്ല. അവിടെ തന്നെ ഒരാളെയും കടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഈ ഡോഗുകളൊന്നും. അവരെന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ വിഷം വെച്ച് കൊന്നു. അതിൻ്റെ പേരിൽ ഇവൾക്ക് ഒരു ഇത് വന്ന് ഞാൻ പറഞ്ഞു വിട്ടുകളെ. എന്നിട്ടും ഇവൾ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. അതിൻ്റെ FIR ഒക്കെ ഇട്ടു. അതിൻ്റെ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക്. ഇതാണ് അതിൻ്റെ തുടക്കം. അതാണ്. പിന്നെ നമ്മളവിടെ ഡോഗുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കില്ല. ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ ചത്ത ഡോഗിൻ്റെ ഒരു പെൺ ഡോഗ് ഉണ്ടായിരുന്നു. അത് പ്രസവിച്ചിട്ടുള്ള ആ കുട്ടികൾ അവിടെ കിടക്കില്ല. ആ കുട്ടികളിൽ ഇത് മരിക്കാറായപ്പോൾ കുട്ടികളുടെ അടുത്ത് പോയി കിടന്നു. ആ കുട്ടികൾ ഈ മരിച്ച ഡോഗിൻ്റെ പാല് കുടിക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു തോന്നിയിട്ട് ഒരു 5 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ നമ്മൾ പാല് കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തി എന്നുള്ള ആ ഡോഗുകളാണ് അതിലെ നടത്തുന്നത്. ഇന്നേ വരെ ആ ഡോഗുകൾ ആരെയും ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ വീടിൻ്റെയും വേറൊരു വീടിൻ്റെയും ഒരു ഡോക്ടർ താമസിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓപ്പൺ സ്പേസ് ആണ്. കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്പൺ സ്പേസ് ആണ്. ഒരു 6:30 ആയി കഴിഞ്ഞാൽ പന്നികൾ ഇഷ്ടംപോലെ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അതുങ്ങൾ പാവങ്ങൾ പോയി കിടക്കുന്നത്. ഒരാളെ ഇന്നേ വരെ ഉപദ്രവിച്ചിട്ടില്ല. പരാതി പരിഹരിക്കാനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ സമയത്ത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് പോലും പ്രതികൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി ദമ്പതികൾ ആരോപിച്ചു. അവശേഷിക്കുന്ന തെരുവുനായ്ക്കൾക്ക് വീണ്ടും ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. ഇവയെയും വിഷം നൽകി കൊല്ലാതിരിക്കാനും സംരക്ഷിക്കാനും മൃഗസ്നേഹികളുമായി ബന്ധപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കൗൺസിലറും പരിസരവാസികളും ചേർന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകവെ ക്രൂരമായി മർദ്ദിച്ചതെന്നും ഇവർ ആരോപിച്ചു. അവിടെ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ വിവേക് എന്ന് പറയുന്ന ആളും കൂടെ ഒറ്റപ്പാലത്തോട്ട് പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു തേങ്ങ ഉണ്ട്. ആ വഴിയിൽ വെച്ച് ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള 15ഓളം ആൾക്കാരും കൂടെ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ആദ്യം മേടിച്ചെടുത്തിട്ട് ഹസ്ബൻഡിനെ വെളിയിലിറക്കുകയും വേലു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ വലത്ത് കയ്യിൽ പിടിച്ച് തിരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഈ വിവേക് എന്ന് പറയുന്ന ആളെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിച്ച സമയത്ത് ഈ ഗോപാലകൃഷ്ണൻ മൊബൈൽ തട്ടിപ്പറിക്കുകയും എൻ്റെ കൈക്കിട്ട് വലത്ത് കൈയിൽ അടിക്കുകയും കൂടെയുണ്ടായിരുന്ന മൃഗസ്നേഹിക്കും മർദ്ദനമേറ്റു. ഇതിനെതിരെ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇവർ ആരോപിച്ചു. DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും റജിമോളും മോഹൻകുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.